ത് സർക്കാർ RSSന്റെ ഈ പറയുന്ന ദേവതാ സങ്കല്പ ഏർപ്പാടിനോട് യോജിക്കുന്നില്ല എന്ന കാര്യത്തിൽ ഒരു നയപരമായ തീരുമാനം എടുത്തിട്ടുണ്ട്. മറ്റു പലയിടത്തും അത് നടക്കണമെന്നില്ല. മറ്റു പലയിടത്തും ഇതിനപ്പുറം കാര്യങ്ങൾ നടക്കും. ഇവിടെ RSSന്റെ പടം കൊണ്ടുവച്ചിട്ട് മന്ത്രി അടക്കമുള്ള ആളുകൾ അതിന് മുമ്പ് പോയി തിരികെ കൊടുത്തു പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞൊരു ഭരണകൂടത്തെയാണ് നമ്മൾ എലക്ട് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സന്തോഷമുള്ള ആൾ. കാരണം ഇന്ത്യയുടെ കൊടി ഉണ്ടാക്കിയ സമയത്ത് അംഗീകരിക്കാതിരിക്കുകയും ഇന്ത്യയുടെ കൊടി ഉയർത്തണം എന്നുള്ള ദേശീയ ആഹ്വാനം എന്ന സമയത്ത് അത് ഉയർത്താതിരിക്കുകയും ചെയ്ത ആളുകളാണ് ഈ RSSകാർ. അവരുടെ ഇപ്പോഴത്തെയും മോഹം ഈ ഭഗവത് ധ്വജം എന്ന് പറയുന്ന സംഗതി ഇന്ത്യയുടെ കൊടിയാക്കണം എന്നാണ്. അപ്പോൾ അതിനെ സാധാരണവൽക്കരിക്കാനും ഇന്ത്യയുടെ എല്ലാ ഭരണപരമായ ഏർപ്പാടിനകത്തും കൊണ്ടുവന്ന് സ്ഥാപിക്കാനുള്ള കുറുക്ക് വഴിയാണിത്. ആ പരിപാടിക്ക് ഞങ്ങളെ കിട്ടില്ല എന്ന് കേരളം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണിത്. അത് ആ നിലയ്ക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് ശുഭകരമായ ഒന്നാണ്. കേരളവും തമിഴ്നാടും പോലെ രാജ്യങ്ങൾ മാത്രമേ ഒരുപക്ഷെ അതിനകത്തുണ്ടാവും. ബാക്കി എല്ലാവരും ഒരുപക്ഷെ കോംപ്രമൈസ് ചെയ്യും. കാരണം അവർക്കിത് വലിയ സംഗതിയായിട്ട് തോന്നുന്നില്ല. ഭാരതാംബെങ്കിൽ ഭാരതാംബ അത്രയും രാഷ്ട്രീയ സൂക്ഷ്മത മറ്റു പലയിടത്തും ഉണ്ടാവുന്നില്ല. നമുക്ക് ആ രാഷ്ട്രീയ സൂക്ഷ്മതയുണ്ട്. ഗവർണർ അതിനനുസരിച്ച് അപ്പോൾ ഈ പ്രോട്ടോകോൾ ലംഘനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഗവർണർ എന്ത് പ്രതികരിച്ചു താങ്കൾ പറയുന്നത് കേട്ടപ്പോൾ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ കുട്ടികളെ നോക്കിയാണ് പ്രസംഗിച്ചത്. നമ്മുടെ കുട്ടികളാണ് മലയാളത്തിന്. എനിക്ക് വേണേൽ വിളിച്ചുകൊണ്ട് വരാം, ആരും ചോദിക്കുന്നില്ല. പിന്നെ ഞാൻ അവിടെ ഇരുന്നോട്ടെ എന്ന് ഓർത്തു. അല്ല, ഗവർണർ ഒന്നും പറഞ്ഞില്ലേ? ഗവർണർ കൊടുങ്കാറ്റിൽ ആട്ടുകലിന് കാറ്റ് പിടിച്ച പോലെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല എന്നത്തെ പറഞ്ഞു. അദ്ദേഹം അത്രയും കണിശമായി പറഞ്ഞു പരിപാടി RSSൻ്റെതാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ സർക്കാരിന് എല്ലാ തലത്തിലും ഈ പറയുന്ന കൃത്യത തുടരാൻ കഴിയട്ടെ. ത് സർക്കാർ RSSന്റെ ഈ പറയുന്ന ദേവതാ സങ്കല്പ ഏർപ്പാടിനോട് യോജിക്കുന്നില്ല എന്ന കാര്യത്തിൽ ഒരു നയപരമായ തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഒരു ഫൈറ്റ് മൂഡിലേക്ക്, എന്ന് വെച്ചാൽ അങ്ങോട്ട് കത്തയച്ചോ എനിക്കറിയില്ല. ഈ കത്തയക്കുക അല്ലെങ്കിൽ ഗവർണറെ നേരിട്ട് കണ്ട് വിയോജിപ്പ് അറിയിക്കുക, ഗവർണർക്കെതിരായിട്ടുള്ള ഒരു വെല്ലുവിളി പ്രസംഗം നടത്തുക എന്നതിലേക്ക് മുഖ്യമന്ത്രി എത്തിയിട്ടില്ല. അതിലവരെടുക്കുന്ന സമീപനം എന്താണെന്ന് നോക്കണം. പക്ഷേ ഇതിനകത്ത് വിട്ടുവീഴ്ചയെ വേണ്ടതില്ല. കാരണം ഗവർണർ ആദ്യം ഭയപ്പെടുത്താൻ നോക്കിയല്ലോ. ഗവർണർ രാജ്ഭവനിൽ ചെയ്യേണ്ടതാണ് തീരുമാനം ഞങ്ങളാണ്, പ്രോട്ടോകോൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്, ഈ ഇറങ്ങിപ്പോയ തെറ്റാണെന്നൊക്കെ ഭയപ്പെടുത്താൻ നോക്കുകയാണല്ലോ. രാജ്യം ഭരിക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭൂപടം ഞങ്ങൾ വെക്കും, ഇഷ്ടമുള്ള പടം വെക്കും. അത് ചോദിക്കാനിവിടെ കോടതിയില്ല, സംവിധാനമില്ല, ഒരു പരാതിയും കൊടുത്തിട്ട് കാര്യമില്ല. ഞങ്ങൾ പറയുന്നത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്, സംസ്ഥാനങ്ങൾ ഞങ്ങളുടെ കീഴിലാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ച് ഞെരുക്കിക്കളയും എന്നൊക്കെയുള്ള ഹുങ്കിൻ്റെ പേരിലാണല്ലോ ഈ പടം എടുത്തു വെക്കുന്നത്. ഇന്ത്യയുടേതല്ലാത്തൊരു ഭൂപടം, ഒരു സ്ത്രീയുടെ പടം, അവർ കയ്യിലൊരു വടി പിടിച്ചിരിക്കുന്നു, ആ വടിയിൽ ഏതോ ഒരു കൊടി, എന്നിട്ട് അത് ഇന്ത്യയുടേതാണെന്ന് ഇവർ പറഞ്ഞാൽ നമ്മളെല്ലാവരും സമ്മതിച്ചോളും. കാരണം 10 വർഷമായിട്ട് മോദിജി സർവാംഗീകാരനായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയപ്പെട്ടോളും എന്നിടത്താണ് ഒരു സംസ്ഥാനം നടക്കത്തില്ല എന്ന് പറയുന്നത്. അത് ഭയങ്കര പ്രൗഡ്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണെന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു സംസ്ഥാനം, ഒരു മലയാളി എന്ന നിലയ്ക്ക് നമ്മുടെ ഗവൺമെൻറ് ആ കാര്യത്തിൽ എടുക്കുന്ന സമീപനത്തിൽ എനിക്ക് തൃപ്തിയുണ്ട്. കാരണം മറ്റു പലയിടത്തും അത് നടക്കണമെന്നില്ല. മറ്റു പലയിടത്തും ഇതിനപ്പുറം കാര്യങ്ങൾ നടക്കും. ഇവിടെ RSSന്റെ പടം കൊണ്ടുവച്ചിട്ട് മന്ത്രി അടക്കമുള്ള ആളുകൾ അതിന് മുമ്പ് പോയി തിരികെ കൊടുത്തു പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞൊരു ഭരണകൂടത്തെയാണ് നമ്മൾ എലക്ട് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സന്തോഷമുള്ള ആളാണ് ഞാൻ. ആ നിലപാട് കണ്ടിന്യൂ ചെയ്യാൻ ഈ ഭരണകൂടത്തിന് കഴിയട്ടെ. പല ആക്ഷേപങ്ങളും പല ഘട്ടങ്ങളിലും ഉന്നയിക്കാവുന്നതാണെങ്കിലും ഇതൊരു ഭയങ്കര ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ്. കാരണം നിങ്ങളുടെ അടയാളങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണവൽക്കരിക്കുകയും നിങ്ങൾ കൊണ്ടുവരുന്ന കൊടി, ഇപ്പോൾ ഇതെന്താണ് ഭാരതാംബ കയ്യിൽ പിടിച്ചിരിക്കുന്ന RSSന്റെ കൊടി അവസാനം ഇന്ത്യയുടെ കൊടിയായിട്ട് മാറുക എന്നാണുള്ള ഉദ്ദേശം. കാരണം ഇന്ത്യയുടെ കൊടി ഉണ്ടാക്കിയ സമയത്ത് അംഗീകരിക്കാതിരിക്കുകയും ഇന്ത്യയുടെ കൊടി ഉയർത്തണം എന്നുള്ള ദേശീയ ആഹ്വാനം എന്ന സമയത്ത് അത് ഉയർത്താതിരിക്കുകയും ചെയ്ത ആളുകളാണ് ഈ RSSകാർ. അവരുടെ ഇപ്പോഴത്തെയും മോഹം ഈ ഭഗവത് ധ്വജം എന്ന് പറയുന്ന സംഗതി ഇന്ത്യയുടെ കൊടിയാക്കണം എന്നാണ്. അപ്പോൾ അതിനെ സാധാരണവൽക്കരിക്കാനും ഇന്ത്യയുടെ എല്ലാ ഭരണപരമായ ഏർപ്പാടിനകത്തും കൊണ്ടുവന്ന് സ്ഥാപിക്കാനുള്ള കുറുക്ക് വഴിയാണിത്. ആ പരിപാടിക്ക് ഞങ്ങളെ കിട്ടില്ല എന്ന് കേരളം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണിത്. അത് ആ നിലയ്ക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് ശുഭകരമായ ഒന്നാണ്. കേരളവും തമിഴ്നാടും പോലെ രാജ്യങ്ങൾ മാത്രമേ ഒരുപക്ഷെ അതിനകത്തുണ്ടാവും. ബാക്കി എല്ലാവരും ഒരുപക്ഷെ കോംപ്രമൈസ് ചെയ്യും. കാരണം അവർക്കിത് വലിയ സംഗതിയായിട്ട് തോന്നുന്നില്ല. ഭാരതാംബെങ്കിൽ ഭാരതാംബ അത്രയും രാഷ്ട്രീയ സൂക്ഷ്മത മറ്റു പലയിടത്തും ഉണ്ടാവുന്നില്ല. നമുക്ക് ആ രാഷ്ട്രീയ സൂക്ഷ്മതയുണ്ട്. അത് ഏതെങ്കിലും പാർട്ടിയുടെ മാത്രമായിട്ടുള്ള ഗുണമല്ല. കേരളത്തിൻ്റെ മതനിരപേക്ഷ മൂല്യം അതാണ്. കേരളത്തോട് അല്ലെങ്കിൽ മറുപടി പറയേണ്ടി വരും എന്ന് ഭരണകൂടങ്ങളും രാഷ്ട്രീയക്കാരും വിചാരിക്കുന്നതോടുകൂടിയാണ്. സോ കേരളം ഇപ്പോഴും ആ കാര്യത്തിൽ കുറച്ചൊരു പൊളിറ്റിക്കലായി നിൽക്കുന്നു എന്നത് തൃപ്തികരമാണ്. ശിവൻകുട്ടി അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ടില്ല ഒരു സഹോദരി അവിടെ കൊടിയും പിടിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ. എനിക്കതറിയില്ല. ഞാൻ മോദിയുടെ പടം വെച്ചാൽ ഓക്കെ, നമുക്ക് മനസ്സിലാവും. അത് RSSൻ്റെ ആഫീസ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുക, അവിടെ കൊണ്ട് വെക്കട്ടെ എന്ന് പറഞ്ഞു. ഗവർണർ അതിനനുസരിച്ച് അപ്പോൾ ഈ പ്രോട്ടോകോൾ ലംഘനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഗവർണർ എന്ത് പ്രതികരിച്ചു താങ്കൾ പറയുന്നത് കേട്ടപ്പോൾ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ കുട്ടികളെ നോക്കിയാണ് പ്രസംഗിച്ചത്. നമ്മുടെ കുട്ടികളാണ് മലയാളത്തിന്. എനിക്ക് വേണേൽ വിളിച്ചുകൊണ്ട് വരാം, ആരും ചോദിക്കുന്നില്ല. പിന്നെ ഞാൻ അവിടെ ഇരുന്നോട്ടെ എന്ന് ഓർത്തു. അല്ല, ഗവർണർ ഒന്നും പറഞ്ഞില്ലേ? ഗവർണർ കൊടുങ്കാറ്റിൽ ആട്ടുകലിന് കാറ്റ് പിടിച്ച പോലെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല എന്നത്തെ പറഞ്ഞു. അദ്ദേഹം അത്രയും കണിശമായി പറഞ്ഞു പരിപാടി RSSൻ്റെതാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ സർക്കാരിന് എല്ലാ തലത്തിലും ഈ പറയുന്ന കൃത്യത തുടരാൻ കഴിയട്ടെ.